എന്നത്തെയും പോലെ ഇന്നും കടുപ്പത്തിലൊരു ചൂട് ചായ കുടിച്ചുകൊണ്ട് ബാക്കിയുള്ള ജോലികളെല്ലാം അങ്ങ് ചെയ്തെടുക്കാവേ. സാധാരണ ഞാൻ ചായ സാവകാശം പോയിരുന്ന് കുടിച്ചിട്ട് വന്നാണ് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത്. ഇന്ന് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ചെയ്തെടുക്കുവാണേ. ആദ്യം പുട്ടിൻ്റെ മാവിൽ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം കുതിരാനിട്ടിരുന്ന കടല കഴുകി കുക്കറിലാക്കി കൂടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വേകാനായിട്ട് വെച്ച്. ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളച്ചത് ഇറക്കി വെച്ചതിന് ശേഷം പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇന്ന് മാങ്ങാ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങ ഇഞ്ചിയും സവാളയും പച്ചമുളകൊക്കെ ഇട്ട് ഞെരടി വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഒരു 8 മണിയായാൽ പിന്നെ ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല എനിക്ക്. അങ്ങനെ രാവിലത്തേത് കഴിച്ച് വന്നതിന് ശേഷം തേങ്ങാപ്പാലൊക്കെ എടുത്ത് കറിയും റെഡിയാക്കി എടുത്ത് ഇനി വൻപയറൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ എണ്ണയിൽ കടുകും ചതച്ച വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് വേവിച്ച് വെച്ചിരുന്ന പയറിട്ടു. പിന്നെ ഉപ്പും ഒക്കെ ഇട്ട് ഇറക്കി. കൊഴിയാളയുടെ ഒരു 4-5 പീസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലത്തേത് ഉച്ചക്കത്തേതും എല്ലാം ഒരുമിച്ചങ്ങ് സെറ്റാക്കി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഓക്കെ, ബൈ.